சின்னமையிலேறு என் தங்க வடிவேலோ கந்தன் உன்னை காணு ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല കേട്ടാ, ഞങ്ങളുടെ അമ്പലത്തിലെ കാർത്തികവിളക്കായിരുന്നു. അപ്പൊ കാർത്തികവിളക്കിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കാർത്തികവിളക്കിന്റെ ഒരുക്കങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയേട്ടാ. പന്തലിടാനും പൂക്കൾ നന്നാക്കാനും അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിയും കടലയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളെല്ലാം രാവിലെ തന്നെ തുടങ്ങി. ഒരു നാടിന്റെ ഒത്തൊരുമ കേട്ടാ ഈ ഒരു ആഘോഷം. കാർത്തികവിളക്ക് ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ. അതുപോലെ തന്നെ മുരുകൻ ജനിച്ചത് തൃക്കാർത്തിക ദിവസമാണെന്നാണ് ഒരു ഐതിഹ്യം. അങ്ങനത്തെ കാർത്തിക വിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ട. വൈകുന്നേരമായപ്പോഴത്തേക്കും പിന്നെ ദീപാരാധനക്കുള്ള ഒരുക്കങ്ങളായിട്ടാ. ദീപങ്ങളെല്ലാം കത്തിച്ച് അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടാ. പിന്നെ ഈ അമ്പലത്തിൽ എന്തൊരാഘോഷം വന്നാലും ഏട്ടായുടെ ചെണ്ടമേളം ഇല്ലാതിരിക്കോ. അങ്ങനത്തെ ഏട്ടായുടെ വക ഒരു ചെറിയൊരു മേളവും ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ദീപാരാധനയ്ക്ക് ശേഷം ഇവിടുത്തെ പ്രധാന വഴിപാടായ പറ വഴിപാട് ഉണ്ടായിരുന്നട്ടാ. മലരി വെച്ചിട്ടാണ് ഇവിടെ ഈ വഴിപാട് നടത്തണേട്ടാ. നന്ദൂസും കിച്ചുമോനും എല്ലാ തവണയും ഇവിടെ വന്ന് ഈ പറ വഴിപാട് നടത്താറുണ്ടട്ടാ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്തുപാട്ട് തുടങ്ങിയേട്ടാ. അതൊന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടാ ഇവരുടെ ഈ ചിന്തുപാട്ട് കേൾക്കാനായിട്ട്. എല്ലാവരും നല്ലോണം ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് രസമായിരുന്നു ഇവരുടെ ഓരോ പാട്ടും. ഇതിൻ്റെ ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മുരുകൻ കയറി തുള്ളിയത്. സത്യം പറയാല, ഇത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ഒരു സന്തോഷമില്ലേ, അതൊന്നും വേറെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് തോന്നിയത്. ചിന്തുപാട്ടിന് ശേഷം കൈകൊട്ടിക്കളി അവതരിപ്പിച്ചിട്ടാ. 2 ടീമുകളാണ് കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത്. ഇത് രണ്ടും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കേട്ടാ. എന്തിന് കുഞ്ഞു പിള്ളേര് വരെ ഈ ഒരു കാർത്തികവിളക്ക് ഭംഗിയാക്കാൻ വേണ്ടി ഇതിൽ സഹകരിച്ചിട്ടാ. ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയായി മാറി ഞങ്ങളുടെ ഈ കാർത്തികവിളക്ക്. ഇനി ഈ അമ്പലത്തിലെ അടുത്ത ആഘോഷം എന്ന് പറയുന്നത് തൈപ്പൂയമാണ്. തൈപ്പൂയത്തിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ബാലമുരുകനാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കളാണ് ഇവിടെ കാവടി എടുത്ത് ആടുന്നത്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും അന്നേ ദിവസം വന്നോട്ടെ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ചിറ്റാറ്റുരയിലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ഇട്ട് നാളെ കാണാം. ടാറ്റാ.